നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം ഭാഗം 1 അധ്യായം 2. അധ്യായം 2 വ്യാസൻ്റെ ജനനത്തെ പറ്റിയാണ് പ്രതിപാദിക്കുന്നത്. തേജസ്വിയായ പരാശര മുനി ഒരിക്കൽ കാളിന്ദിയുടെ മറുകരയെത്താൻ ആഗ്രഹിച്ചു. അങ്ങനെ ദാശനോട് തന്നെ ഒന്ന് നദി കടത്തിവിടണമെന്ന് പറയുകയും ചെയ്തു. പക്ഷേ ദാശനാകട്ടെ തൻ്റെ പുത്രിയോടാണ് പറഞ്ഞത് ഈ മുനിയെ അക്കരെ കടത്തിവിടാനായിട്ട്. അങ്ങനെ കടത്തിവിടുമ്പോൾ ആ മഹാനായ മുനിക്ക് അവളിൽ ഒരു സ്നേഹം തോന്നിയിട്ട് അവളോട് തൻ്റെ ഇംഗിതം അറിയിക്കുന്നു. അപ്പോൾ ആ മത്സ്യഗന്ധി ചോദിക്കുന്നത്, ദാശൻ്റെ മകളാണല്ലോ, മത്സ്യഗന്ധമുണ്ടവൾക്ക്, മത്സ്യഗന്ധിയെന്നാണ് പേരും, എന്താണ് ഇങ്ങനെ ഇത്രയും മഹാനായ ബ്രാഹ്മണൻ ഇങ്ങനെ പറയുന്നത്, അത് അനുചിതമല്ലേ എന്ന് ചോദിക്കുന്നു. ഏതായാലും ഞാൻ മറുകര കടത്താം അങ്ങയെ എന്ന് പറഞ്ഞുകൊണ്ട് ധൈര്യമായിരിക്കാൻ അപേക്ഷിച്ചുകൊണ്ട് മറുകര നടത്താനായിട്ട് അവൾ ഉദ്യമിക്കുന്നു. ഇനി അടുത്ത ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം. സൂത ഉവാച. ശ്ലോകം 15. പരാശരസ്തു തശ്രുത്വാ വചനം ഹിതപൂർവകം കരം ത്യക്ത്വാ സ്ഥിതസ്തത്ര സിന്ധോപാരംഗത പുനഃ. പരാശര മഹർഷി ഹിതകരമായ അവളുടെ വാക്ക് കേട്ട് കൈവിട്ടിട്ട് അവിടെ നിന്നു. പിന്നെ മറുകര എത്തി. ശ്ലോകം 16. മത്സ്യഗന്ധാം പ്രജഗ്രാഹ മുനി കാമാതുരസ്തദാ വേപമാനാതു സാ കന്യാ തമുവാച പുരസ്ഥിതം. മറുകര എത്തിയപ്പോൾ മഹർഷി കാമാതുരനായി വീണ്ടും അവളുടെ കൈ കടന്നു പിടിച്ചു. ആ കന്യക മുൻപിൽ നിൽക്കുന്ന അദ്ദേഹത്തോട് വിറച്ചുകൊണ്ട് പറഞ്ഞു. ശ്ലോകം 17. ദുർഗന്ധാഹം മുനിശ്രേഷ്ഠ കഥം ത്വം നോപശങ്കസേ സമാന രൂപയോ കാമ സംയോഗസ്തു സുഖാവഹ. മുനിശ്രേഷ്ഠ, എന്നെ മീൻ നാറും, അങ്ങേക്ക് അറപ്പ് തോന്നില്ലേ? രൂപസൗന്ദര്യം ഒരുപോലുള്ളവർ തമ്മിൽ ആഗ്രഹിച്ച് ചേരുന്ന ചേർച്ചയെ സുഖപ്രദമാകൂ. ശ്ലോകം 18. ഇത്യുക്തേ തു സാ കന്യാ ക്ഷണമാത്രേണ ഭാമിനി കൃതാ യോജനഗന്ധാതു സ്വരൂപാച വരാനന. ശ്ലോകം 19 കൂടെ പാരായണം ചെയ്ത് അർത്ഥം നോക്കാം. മൃഗനാപി സുഗന്ധാം താം കൃത്വാ കാന്താം മനോഹരാം ജഗ്രാഹ ദക്ഷിണേ പാണൗ മുനിർമന്മഥപീഡിതഃ. ഇങ്ങനെ പറഞ്ഞത് കേട്ട നിമിഷം തന്നെ മുനി സുമുഖിയും സുന്ദരിയും കാമിനിയുമായ കന്യകയെ 1 യോജന ചുറ്റളവിൽ കസ്തൂരിഗന്ധം പരത്തുന്ന മനോഹാരിണിയാക്കി മാറ്റി. പിന്നെ കാമപീഡിതനായ അദ്ദേഹം അവളുടെ വലത് കൈ കടന്നു പിടിച്ചു. ശ്ലോകം 20. ഗൃഹീതു കാമം തം പ്രാഹ നാംനാ സത്യവതീ ശുഭ മുനേ പശ്യതി ലോകോയം പിതാ ചൈവ തടസ്ഥിതഃ. തന്നെ ഗ്രഹിക്കാൻ തുടങ്ങുന്ന അദ്ദേഹത്തോട് സത്യവതി എന്ന ശുഭനാമമുള്ള അവൾ പറഞ്ഞു, മുനെ, ഈ ലോകർ കാണും, അച്ഛനും മറുകര നിൽക്കുന്നുണ്ട്. ശ്ലോകം 21.
പശുധർമ്മോ നമേ പ്രീതിം ജനയത്യതിദാരുണഃ പ്രതീക്ഷസ്വ മുനിശ്രേഷ്ഠ യാവത് ഭവതി യാമിനി. മൃഗങ്ങളുടെ മാതിരി കൂടിച്ചേരുന്നത് അതിനികൃഷ്ടമാണ്. അതിൽ എനിക്ക് തീരെ തൃപ്തി ഉണ്ടാവുകയില്ല. മുനിശ്രേഷ്ഠ, രാത്രിയാവുന്നതുവരെ കാത്തിരിക്കൂ. ശ്ലോകം 22. രാത്രൗ വ്യവായ ഉദ്ദിഷ്ടോ ദിവാ ന മനുജസ്യ ഹി ദിവാസംഗോ മഹാൻ ദോഷ പശ്യന്തി കില മാനവാഹ. മനുഷ്യന് സ്ത്രീ സംഘം ഉദ്ദേശിച്ചിട്ടുള്ളത് രാത്രിയിലാണ്, പകലല്ല. പകലത്തെ സംഘത്തിന് വലിയ ദോഷമുണ്ട്, മനുഷ്യർ കാണുകയും ചെയ്യും. 22 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത് 2-ാം അധ്യായത്തിൽ. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.